സന്തതിയല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും. ഒരു നമ്പൂതിരി പെൺകുട്ടിയുടെ ആടയാഭരണങ്ങളും ഉടുപ്പുടവകളും അവൾക്കുണ്ട്. ഒരു മുഷിഞ്ഞ സാരിയാണെങ്കിലും അതുകൊണ്ട് അവൾ ശരീരമാസകലം മൂടി പുതച്ചിരിക്കുകയാണ്. കഥ നടക്കുന്ന കാലഘട്ടത്തിന്റെ സവിശേഷതകളെ ഉദ്ഘോഷിച്ചുകൊണ്ടാണ് മഹാകവി കുമാരനാശാൻ തൻ്റെ ദുരവസ്ഥ എഴുതിയത്. ഈ കൊച്ചു കേരളം ഏറ്റവും വിഷലിപ്തമായിരുന്ന ഒരു കാലഘട്ടം. അന്ന് തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും തമ്മിൽ അങ്ങേയറ്റം അകലം പാലിച്ചിരുന്ന ഒരു കാലം. ഹിന്ദുമതം ജാതിക്കുള്ളിൽ ജാതി കൊണ്ട് ഏറ്റവും വിഷലിപ്തമായിരുന്ന ഒരു കാലഘട്ടം. അന്നാണ് സംഭവിച്ചത്. മലബാർ മലബാറിലെ ഏറനാട്ടിലാണ് സംഭവിച്ചത്. ഏറനാട്ടിലെ 8 പാതകൾ ഒന്നിച്ചിരുന്ന് അവസാനിക്കുന്നത് ഒരു വിശാലമായ പാടത്തിലേക്ക്. ആ പാടത്തിന്റെ നടവരമ്പ് തല ഉയർത്തി നിൽക്കുന്ന ഒരു കുന്നിൻ ചെരുവിലാണ് അവസാനിക്കുന്നത്. ആ കുന്നിൻ ചെരുവിൽ തെച്ചിപ്പഴങ്ങൾ തെറിച്ച് വീണ ചോരത്തുള്ളികൾ പോലെ പഴുത്ത് തുടുത്ത് നിൽക്കുന്നു. ആ കുന്നിൻ ചെരുവിന്റെ തൊട്ടടുത്ത് കാറ്റിലാടി ഉലഞ്ഞ് വേണുനാദം പൊഴിക്കുന്ന ഒരു ഇല്ലിക്കൂട്ടമുണ്ട്. ആ ഇല്ലിക്കൂട്ടത്തിനും അപ്പുറത്ത് അത് ജലം വറ്റിപ്പോയ ഒരു തോടുകൾ. ആ തോടിനും അപ്പുറത്താണ് നാം നേരത്തെ കണ്ട സുന്ദരീകരിക്കുന്ന ദാരിദ്ര്യ ശുഷ്കമായ ആ പാഴ്ക്കുടി. ദൂരെ നിന്ന് നോക്കിയാൽ അത് ഒരു കൊച്ചു കൂണാണെന്നേ പറയുകയുള്ളൂ. അന്നത്തെ കർഷക തൊഴിലാളികൾക്ക് ആ കൊച്ചു വീട് ഒരു മണിമാളിക തന്നെയായിരുന്നു. തൊട്ടടുത്ത് കാണുന്ന മണിമാളികയിൽ താമസിക്കുന്നത് മനുഷ്യരാണ്. അവരുടെ സിരകളിലൂടെ ഒഴുകുന്ന ചോരയ്ക്ക് ഒരേ നിറമാണ്. എങ്കിലും
അവർ തമ്മിൽ വ്യത്യാസം കൽപ്പിക്കുന്നത് ശരിയാണോ? മനുഷ്യ സ്നേഹിയായ കവി ചോദിക്കുന്നു. ജാതിപിശാചിന്റെ പേക്കുത്തു മൂലം എത്രയോ നവരത്നങ്ങളെ നമുക്ക് നഷ്ടമായിട്ടുണ്ട്. നമുക്ക് എത്രയോ മഹാപ്രതിഭകളെയാണ് ഈ ജാതിയുടെ പേരിൽ നഷ്ടമായത്. ഭാരതം അഭിമാനം കൊള്ളുന്നത് നമ്മുടെ ശങ്കരാചാര്യനെ ഓർത്താണ്, നമ്മുടെ മഹാപ്രതിഭകളെ ഓർത്താൽ ഇന്ന് ഭാരതം തല ഉയർത്തി നിൽക്കുന്നു. പക്ഷേ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഇനിയും എത്രയോ മഹാപ്രതിഭകളെ നഷ്ടമായിട്ടുണ്ട് നമുക്ക്. ജാതിയുടെ പേരിൽ എത്ര എത്ര മഹാത്മാക്കളെയാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, രാമായണം രചിച്ച വാൽമീകി ഒരു കാട്ടാളനാണ്, ഒരു അധകൃതനാണ്. നമ്മുടെ കിളിപ്പാട്ട് രാമായണം രചിച്ച തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനും